അപ്പം താത്ത മോളെ ഞാനിവിടെ ഉണ്ട് കേട്ടാ. ഇന്ന് അല്പം തിരക്കായി പോയി, അതുകൊണ്ട് നിനക്കുള്ള മറുപടി കറക്റ്റായിട്ട് തരാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ നിന്റെ വിഷയം വിട്ടു എന്ന് നീ വിചാരിക്കരുത്. നമ്മ വിടൂല. ഇല്ല പെണ്ണേ, ഞാൻ വീടില്ല പൊന്നേ എന്നെ. പെണ്ണേ നിന്റെ പിടി വിടൂല. അതാണ്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞ കാര്യം നീ ശ്രദ്ധിച്ചല്ലേ? എന്താണ് എൻ്റെ അമ്മ പറഞ്ഞത്? എൻ്റെ പ്രിയ അങ്ങോട്ട് മെക്കിട്ട് കയറാൻ പോവില്ല, പക്ഷെ അവളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൾ വിടൂല. നീ വലിയ കാര്യത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്നുകൊണ്ട് നീ നിൻ്റെ വാശിയെ പറ്റി പുകഴ്ത്തി സംസാരിച്ചപ്പോൾ നമുക്കും നമ്മുടെ സ്വഭാവം, പക്ഷെ ഞാനായിട്ട് അത് നാട്ടുകാരെ പറഞ്ഞറിയിച്ചിട്ടില്ല, എൻ്റെ അമ്മയാണ് പറഞ്ഞത്. അപ്പം എൻ്റെ അമ്മ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മയ്ക്ക് എങ്ങനെ ഇത് കറക്റ്റായിട്ട് പറയാൻ കിട്ടില്ലോ? അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കാ പറയാൻ കഴിയല്ലേ? അതാണ്. അല്ലാതെ കാത് മുഴുവനും സ്റ്റാപ്ലെയർ അടിച്ചിട്ട് പൊട്ടും തൊട്ട് ചുരിദാറിട്ട് നടക്കുന്ന തള്ളയല്ല. കണ്ട ഗുരുവായൂരപ്പൻ്റെ കാര്യം പറയുമ്പോൾ അറിയാതെ കൈകൾ കൂപ്പിപ്പോകുന്ന നീ കണ്ടുപിടിക്കേടി. അതാണ് ഭക്തി. അല്ലാതെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്ന് തുള്ളി കളിക്കണമെന്നാണോ ഭക്തി? ഈ നാട്ടുകാർക്കുടെ ചോദ്യത്തിനാണ് മറുപടി കൊടുക്കുന്നതെങ്കിൽ ഞാൻ നിന്റെ ചോദ്യങ്ങൾക്കാണ് മറുപടി തരുന്നത്. അപ്പം നിനക്കുള്ള മറുപടികളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഗുരുവായൂർ വന്നപ്പോൾ വല്ലാതെ രോദനം കൂടിപ്പോയല്ലോ. മഞ്ജുളാലിൻ്റെ അവിടെ വെച്ച് പറഞ്ഞത് എന്താ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയോ? ഇപ്പം പ്രിയയെ കണ്ടെങ്കിൽ കണാരേട്ടൻ ഒന്ന് പൊട്ടിച്ചേനേന്ന്. പാറ മോളെ, ഇങ്ങനെ പെട്ടെന്ന് വന്നിട്ട് ഇപ്പം പ്രിയനെ കണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയനെ അങ്ങനെ കാണാൻ പറ്റുമോ? തലേ ദിവസം പറ, ഞാൻ വരാം. നിനക്ക് പറ്റുമെങ്കിൽ നീ തലേ ദിവസം ഒന്ന് അറിയിക്ക്, നേർക്ക് നേരെ കാണാം. എന്നിട്ട് നിന്റെ കാണാരേട്ടനെ കൊണ്ട് നീ എന്നെ അടിപ്പിക്കുന്ന ആ അടി വാങ്ങിച്ചിട്ട് ഞാൻ ഇങ്ങ് പോന്നോളാം. അപ്പം ഇനി വരുമ്പോൾ തലേ ദിവസം പറയുമെന്ന് വിചാരിക്കുന്നു. എന്നാലല്ലേ എനിക്കും വരാൻ പറ്റത്തുള്ളൂ. ഇനി പറയാതെ വന്നാലും അവിടെ എങ്ങാൻ വെച്ച് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കണ്ടുമുട്ടാം. എന്തായാലും ഗുരുവായൂരപ്പൻ അതിന് വഴിയൊരുക്കാതിരിക്കില്ല. ദാസനും വിജയനും പോലെ എന്ത് സുഖം അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ എന്ന് പറഞ്ഞ് ഞാനിവിടെ നിർവൃത്തി പുളകിതയായിരിക്കുകയായിരുന്നു. നിന്റെ ആ രോദനം ഇങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ എനിക്ക് വരുന്ന ആ സുഖം ഉണ്ടല്ലോ. പിന്നെ നിന്നെ പറ്റിയുള്ള ഓരോ റിയാക്ഷൻ വീഡിയോയും ഞാനിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ സുഖിച്ചറുമാതിച്ചിരിക്കുകയായിരുന്നു. മുത്തേ, നിന്റെ പേരിൽ ട്രോള് വരെ ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും നീ വരുന്ന ടൈം ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തു വരാം. അല്ലെങ്കിലും നമ്മൾ ഒരു ദിവസം അവിടെ വെച്ച് നേർക്കുന്നവർ കാണും. ഗുരുവായൂരപ്പനെ അനുഗ്രഹിച്ചാൽ കാണണം. എൻ്റെ പാട്ട് നിനക്ക് നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നല്ലോ. എൻ്റെ പാട്ട് ഹിറ്റാടി. എത്ര പേരാ കണ്ടേക്കണേന്ന് അറിയോ? അഭിനന്ദനങ്ങളുടെ പൂക്കളാണ് വാരി വിതറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പാരഡി പാട്ട് പ്രതീക്ഷിക്കാം. ഇനിയും ഞാൻ പാരഡി പാട്ട് എഴുതി പാടിക്കഴിഞ്ഞാൽ നീയാണ് എനിക്ക് പാരഡി എഴുതാനുള്ള പ്രചോദനം. ആ ക്രെഡിറ്റ് ഞാൻ ആർക്കും കൊടുക്കൂല, നിനക്ക് തന്നെ തരും. കാരണം നീ എന്നെ കൊണ്ട് പാരഡി എഴുതിക്കും. എടി, യേശുദാസിൻ്റെ സൗണ്ടിലാണോ വീടി രാജപ്പൻ പാരഡി പാടി ഹിറ്റായത്? അത്രയും ഓർത്താതി. നീ ഇനി ചിത്രേനെ ബാക്കിലൊന്നും നിർത്തണ്ട, ചിത്ര ഫ്രണ്ടിൽ തന്നെ നിന്നോട്ടെ. വീട് രാജപ്പൻ ജാതി ഹിറ്റാ. എങ്ങനെയാണെന്നല്ലേ? പാരഡിപ്പാട്ട് ഉണ്ടാക്കിയിട്ട് തന്നെയാടി. വീട് രാജപ്പൻ്റെ സൗണ്ട് നീ കേട്ടിട്ടുണ്ടോ? നീ ഇങ്ങനെ എല്ലാവരെയും കയറിയിട്ട് ഇങ്ങനെ ചൊറിയാൻ നിൽക്കല്ലേ. നല്ല മാന്ത് കിട്ടുമ്പോൾ ഇതുപോലെ മോങ്ങണ്ട വരും. പാട്ട് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇനിയും എന്നോട് പാട്ട് എഴുതണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയും നിനക്ക് പ്രതീക്ഷിക്കാം. നിന്നെ വെച്ചിട്ട് ഞാൻ പാട്ടുണ്ടാക്കും. കൈ മുറിച്ചത് കണ്ണം കാരണം, രക്ഷപ്പെട്ടത് കണ്ണം കാരണം, എല്ലാം കണ്ണൻ്റെ തലയിൽ. എടി, ആംബുലൻസ് നീ മുറ്റത്ത് റെഡിയാക്കി നിർത്തിയിട്ടല്ലേ നീയും നിന്റെ കണാരനും കൂടി ഈ തരികിട പരിപാടികൾ ഒപ്പിക്കുന്നത്? എടി, നിനക്ക് ഇനി അങ്ങേ ലോകത്തേക്ക് പോകാൻ അത്ര കണ്ട് നിനക്ക് മുട്ടി നിൽക്കുവാണെങ്കിൽ നീ അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യ്. ഇങ്ങനെ ഇത് വെച്ചിട്ട് ഈ മുറിക്കേണ്ട സാധനം നീ മുറിക്കണം. അല്ലാതെ വെറുതെ ഇറച്ചി മുറിച്ചിട്ട് കാര്യമില്ല. ചെയ്യേണ്ട ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്. അത് 101% വിജയിക്കും, ഫലപ്രദമാകും. നീ അങ്ങനത്തെ അത്തരം കാര്യങ്ങൾ ചെയ്യ്. വെറുതെ ഇങ്ങനെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതെ. നാട്ടുകാർക്ക് ഇപ്പം നീ ഒരു കോമഡി പീസാ. ആളുകൾ നിന്നെ കൂക്കി വിളിക്കുക. മറഡോണ ഫുട്ബോൾ തട്ടണ പോലെയല്ലേടി നിന്നെല്ലാവരും തട്ടിക്കളിക്കുന്നത്. ഹിന്ദുക്കള് അമ്പലത്തിൽ വരുന്നത് റീൽസ് എടുത്തിട്ട് കുഴഞ്ഞാടാനല്ല. ആടുപാമ്പേ ആടാട് പാമ്പേ കാവിലിളം പാമ്പേ എന്ന് പറഞ്ഞ സ്ഥിതിയാണ് നിന്റെ സ്ഥിതി. നീ ഇനിയും വെല്ലുവിളിക്കുന്നില്ലേ ഹിന്ദുക്കളെ? വിളിക്കണം, നിർത്തരുത്. ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് നീ ഇനിയും റീലുകൾ ഇടണം. ഹിന്ദുക്കൾ ഇനിയും റീലിടും അമ്പലം നടക്ക നിന്നിട്ട്.
ഹിന്ദുക്കൾ ഇടണ കണ്ട് നീ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ പണി പാലും വെള്ളത്തിൽ കിട്ടും. അവിടെയാണ് ആ തട്ടത്തിൻ മറയത്ത് എന്നൊരു കാര്യം പ്രവർത്തിക്കുന്നത്. അപ്പം കലാപമായി, വെല്ലുവിളിയായി. എന്തിനാ മോളെ ഇങ്ങനെ തേയാൻ വരുന്നത്? ശാരി മേരി രാജേശ്വരി എന്നാണല്ലോ. ശാരി ഇല്ലെങ്കിൽ മേരി, മേരി ഇല്ലെങ്കിൽ രാജേശ്വരി. നമുക്ക് അടുത്തത് പിടിക്കാടി. എന്തായാലും നമ്മൾ ഇനിയും റീലിടും. അപ്പം ഇതാ അവൾ ഇട്ടു എന്നും പറഞ്ഞുകൊണ്ട് നീ ഇടാൻ നിന്നാൽ അറിയാലോ ഇതൊക്കെ തന്നെയാണ് ഇനിയും സംഭവിക്കുക. ഞാനിവിടെ നിന്ന് വിളിച്ചു പറയും, ദാ ഇങ്ങനെ ഇവിടെ ഒരു കോടതി വിധി തെറ്റിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ഞാൻ വീഡിയോ അടക്കം വെക്കും. അപ്പം ആരെങ്കിലും അത് കണ്ടിട്ട് ആ വീഡിയോ ആർക്ക് അയച്ചു കൊടുക്കും? ദേവസ്വം ബോർഡിന് അയച്ചു കൊടുക്കും. അപ്പോൾ ദേവസ്വം ബോർഡ് എന്ത് ചെയ്യും? അവരുടെ CCTV നോക്കും. നേരെ പോയിട്ടൊരു കടലാസം എഴുതി കൊടുക്കും മാമന്മാർക്ക്. അത്രേ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് ഇപ്പോഴും സംഭവിച്ചത്. ഞാനിവിടെ ഇരുന്നുകൊണ്ട് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നത് വെറുതെ അല്ല എന്ന് മനസ്സിലായില്ലേ? ഈ രണ്ടാമത് അമ്പലനടയിൽ കയറിയിട്ട് ഞാൻ മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഒരാളും മിണ്ടിയിട്ടില്ല. രണ്ടാമത് അമ്പലനടയിൽ കയറി 3-4 പ്രാവശ്യം റീൽസ് കഴിഞ്ഞ് പിന്നെ തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. ആദ്യം ഞാൻ വിചാരിച്ചത് എവിടം വരെ പോകുമെന്ന് നോക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നടപ്പന്തലിൻ്റെ ഫസ്റ്റ് ബാരിക്കേഡിൻ്റെ അവിടെ ആയി, പിന്നെ കടയിൽ പോകുന്നതായി, പിന്നെ നടപ്പന്തലിൻ്റെ പകുതി വരെ ആയപ്പോഴാണ് ഞാൻ പ്രതികരിച്ചത്. എന്നെ കുറ്റം പറയണ്ട, എനിക്ക് നിന്നെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണം എന്നുണ്ട്. പക്ഷെ നിൻ്റെ ഈ വെഗിളി സ്വഭാവം കാരണം നമുക്ക് സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നീ വാശിക്കാരിയാണെന്ന് നീ പറഞ്ഞല്ലോ, പക്ഷെ നിൻ്റെ വാശി ഇവിടെ നടക്കൂല എന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെട്ട ഒരു സിറ്റുവേഷനാണല്ലോ. അത് കണ്ടപ്പോൾ എനിക്കും ചെറിയൊരു വിഷമം തോന്നാതിരുന്നില്ല. എൻ്റെ സ്വഭാവം ഞാൻ ഭയങ്കര വാശിക്കാരിയാണെന്ന് ഞാൻ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളല്ല. എനിക്ക് അത്രയും വാശിയില്ല. പണ്ടുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് വാശിയില്ല. വാശി ഉണ്ടെങ്കിലും എനിക്കറിയാം അതിൻ്റെ രീതിയിൽ എങ്ങനെ ഏത് സിറ്റുവേഷനിൽ ഏതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടല്ലല്ലോ എൻ്റെ അമ്മ എൻ്റെ സ്വഭാവം പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ കയറാൻ പോകില്ല. പക്ഷെ ഇങ്ങോട്ട് തോണ്ടി വന്നു കഴിഞ്ഞാൽ പൊളിച്ചെടുക്കും, അടിവേര് മാന്തിയെടുക്കും. അമ്മാതിര പണിയാണ്. അതാണ് എൻ്റെ സ്വഭാവം. അപ്പം താത്തമ്മോൾക്ക് തൽക്കാലം ഇത്രയേ ഉള്ളൂ മറുപടി. ഇനി വിശദമായിട്ടുള്ള മറുപടികളുമായിട്ട് ചേച്ചി വരാം. ഇപ്പം 2 ദിവസത്തേക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പം വണക്കം പാക്കലാം. കാണാരട്ടാ, കാണണട്ടാ. ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, നമ്മൾ നാളെയും കാണണ്ടേ. അതാണ്.